നമസ്കാരം. ഏവർക്കും ശ്രീ ശിവമഹാപുരാണ കഥകൾ അനുസ്മരിക്കുന്ന ഈയൊരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശിവമഹാപുരാണത്തിലെ ആദ്യ രണ്ട് സംഹിതകൾ, പ്രധാനമായിട്ടും ആദ്യ രണ്ട് സംഹിതകളിലെ കഥകളെ ചിലതിനെയൊക്കെ ഒന്ന് പറഞ്ഞുപോയി. ഇവിടെ ഇന്ന് ശിവപുരാണത്തിലെ രണ്ടാമത്തെ സംഹിത, 7 സംഹിതകളാണ് എന്ന് മുൻപ് പറഞ്ഞു. രണ്ടാമത്തെ സംഹിത രുദ്രസംഹിത. ഈ രുദ്രസംഹിതയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകത, അതിൽ വീണ്ടും 5 ഖണ്ഡങ്ങളാക്കിയിട്ട് ഈ രുദ്രസംഹിതയെ തിരിച്ചിരിക്കുകയാണ്. സൃഷ്ടിഖണ്ഡം, സതീഖണ്ഡം, പാർവതീഖണ്ഡം, കുമാരഖണ്ഡം, യുദ്ധഖണ്ഡം. അപ്പോൾ അതിൽ നാം ഇന്ന് മുതൽ എന്ന് പറയാൻ കാരണം, കുറച്ച് സമയം കൊണ്ട് നമുക്കതിനെ ഈ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്, മൂന്നാമത്തെ ഖണ്ഡമായ പാർവതീഖണ്ഡം ഏകദേശം 50 അധ്യായങ്ങളിൽ, 50-ലധികം അധ്യായങ്ങളിൽ ആ പാർവതീദേവിയുടെ ജനനം മുതൽ വിവാഹം വരെയുള്ള ആ ഒരു നീണ്ട കാലയളവിനെ പാർവതീഖണ്ഡം, പാർവതിയുടെ ചരിത്രം തന്നെയാണ് പറയുന്നത്, വിസ്തരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തിന് പാർവതീഖണ്ഡം എന്ന പേര് കൊടുത്തിരിക്കണം. രണ്ടാമത്തെ ഖണ്ഡത്തിൽ, സതീഖണ്ഡത്തിൽ, സതീചരിത്രം, ദക്ഷപുത്രിയായിട്ട് ദേവി സതിയായിട്ട് അവതരിക്കുകയും ശിവപത്നിയായി മാറുകയും ചെയ്തുവെങ്കിലും ആ ദാക്ഷായണിക്ക്, ദക്ഷപുത്രിക്ക് അധികകാലം പത്നീപദത്തെ അലങ്കരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായില്ല. ശിവനിന്ദ ചെയ്തുകൊണ്ട് ദക്ഷൻ ചെയ്യുന്ന യാഗം, ആ യാഗശാലയിൽ പ്രവേശിച്ച സതീദേവി ആ ശിവനിന്ദ കണ്ടും ഇനി തനിക്ക് ഈയൊരു പദം അലങ്കരിക്കാൻ, ശ്രീപരമേശ്വര സന്നിധിയിൽ ശിവപത്നിയായിട്ട് തനിക്ക് ഇരിക്കാൻ യോഗ്യതയില്ല, അതും ഏറ്റവും വലിയ ശിവനിന്ദകനായിട്ടുള്ള ദക്ഷൻ്റെ പുത്രി എന്ന പേരിൽ ഇനിയും തനിക്ക് തുടരാൻ ആഗ്രഹമില്ല എന്നൊക്കെ നിശ്ചയിച്ചിട്ടാണ് തൻ്റെ ശരീരം ഉപേക്ഷിക്കുകയാണ് യാഗശാലയിൽ വെച്ച്. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഈ കഥ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒടുവിൽ കാണാം, പിന്നീട് ഈ ദക്ഷപുത്രിയായിട്ടുള്ള സതീദേവി ശരീരം വിട്ടിട്ട് വീണ്ടും ശിവപത്നിയായിട്ട് വന്നത് എപ്പോഴാണ്, അവിടെ ഒരു സൂചന മാത്രം കൊടുത്തിട്ടുണ്ട്. പാർവതിയായി വീണ്ടും ആ ഭഗവാന്റെ അടുത്ത് ശിവപത്നിയായിട്ട് മാറുന്ന ആ ഒരു കഥയുടെ ചെറിയൊരു സൂചന. അപ്പം അതിനെ വിസ്തരിച്ച് ഇവിടെ ശിവപുരാണത്തിൽ പറയുകയാണ്. പർവ്വതശ്രേഷ്ഠനായിട്ടുള്ള ഹിമവാന്റെയും പത്നി മേനയുടെയും പുത്രിയായിട്ടാണ് ഈ പാർവതീദേവിയുടെ ജനനം. അപ്പോൾ പാർവതീഖണ്ഡം, ശിവപുരാണത്തിലെ പാർവതീഖണ്ഡം ആരംഭിക്കുന്നത് തന്നെ ഹിമവാന്റെയും മേനയുടെയും വിവാഹം വർണ്ണിച്ചുകൊണ്ടാണ്. അവരുടെ ദാമ്പത്യത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഹിമവാൻ പർവ്വതമായതുകൊണ്ട് പുത്രന്മാരും പർവ്വതങ്ങളായിരിക്കും. ഇവർക്കൊക്കെ തന്നെ ഇപ്പോൾ പുരാണങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഹിമവാനും മറ്റ് പർവ്വതങ്ങൾക്കുമൊക്കെ തന്നെ നാം കാണുന്ന ആ ഒരു പർവ്വതത്തിൻ്റേതായൊരു രൂപം, ഇത് കൂടാതെ മറ്റൊരു ദേഹം കൂടി ഉണ്ട് എന്നാണ്. അങ്ങനെ നമ്മൾ ഇതിനെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴേ കഥ നമുക്ക്
ഉൾക്കൊള്ളാൻ സാധിക്കൂ. കഥാരീതിയിൽ നമുക്കതിനെ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇവിടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അതിലുണ്ടായ പുത്രന്മാരുടെ ഒന്നും അധികം പേരുകൾ സൂചിപ്പിക്കുന്നില്ല. പ്രധാനിയാണ് മൈനാകം എന്നുള്ള പർവ്വതം. പിന്നീട് ഈ പർവ്വതങ്ങളുടെയൊക്കെ സഹോദരിയായിട്ട് ഹിമവാന്റെയും മേനയുടെയും പുത്രിയായിട്ട് വന്ന പാർവതി, പർവ്വതപുത്രിയായതുകൊണ്ട് പാർവതി എന്ന് നമ്മളൊക്കെ അധികം അഭിസംബോധന ചെയ്യണു. എന്നാൽ ഈ പെൺകുഞ്ഞ് ജനിച്ച് നാമകരണം ചെയ്യേണ്ട സമയത്ത് നമുക്കൊക്കെ ആ സമ്പ്രദായമനുസരിച്ച് ഓരോ കുലത്തിൻ്റെയും രീതി അനുസരിച്ച് ഏത് പേരിടണം. ആൺകുട്ടിയാണെങ്കിൽ ഏത് പേരിടുക, പെൺകുഞ്ഞാണെങ്കിൽ ഏത് പേരാണ് ഇടേണ്ടത്, ഇതിനൊക്കെ ഒരു സമ്പ്രദായം നമുക്ക് അറിയാം. അങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പം അത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണവരുണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും ആ ഒരു സമ്പ്രദായം അനുസരിച്ച് ഇവിടെ കാളി എന്നാണ് നാമകരണം ചെയ്തതെന്ന്. പാർവതിക്ക് ആദ്യം ഹിമവാൻ പേരിട്ടത് കാളി എന്നാണ്. ഇനി അങ്ങനെ പേര് വരാൻ ഒരു കാരണം കൂടി പറഞ്ഞു, വർണ്ണം. ആ നിറം, ദേവിയുടെ നിറം നല്ല മഷിയുടെ നിറമായിരുന്നു എന്നാണ്. കാളിമ, കാളി എന്ന് നാമകരണം ചെയ്തു. പിന്നീട് ആ കുട്ടി വളർന്നു വരികയാണ്, പാർവതി വളർന്നു വരികയാണ്. ഇവിടെ ചില അധ്യായങ്ങളിൽ ബാലലീല, കുട്ടിക്കളികളൊക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ ഈ ശിവപുരാണത്തിലെ ചില വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ അവതാരം, പാർവതിയായിട്ടുള്ള അവതാര സന്ദർഭം ഒക്കെ സൂചിപ്പിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ കൃഷ്ണാവതാരം പറയുന്ന ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണകഥകളെ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ ഉള്ള വരികൾ, ആ വരികളുമായിട്ട് ഒരുപാട് ഒരു സമാനത, സാദൃശ്യം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെയുള്ള വരികൾ ഈ ശിവപുരാണത്തിൽ കാണാൻ പറ്റും. അപ്പം അവിടെ അധസർവഗുണോപേത കാല പരമശോഭന എന്നൊക്കെ ആരംഭിച്ചുകൊണ്ട് ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായം. ഇവിടെ ഭാഗവതത്തിൽ ശ്രീപത്മനാഭൻ്റെ അവതാരമാണ്, ശ്രീകൃഷ്ണാവതാരമാണ് പറഞ്ഞത് എങ്കിൽ ഈ ശിവപുരാണത്തിൽ പറയുന്നത് പത്മനാഭ സഹോദരിയായിട്ടുള്ള പാർവതിയുടെ അവതാരമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ബന്ധം സൂചിപ്പിച്ചത്. എന്തായാലും ബാലലീലകളൊക്കെ വർണ്ണിച്ചതിന് ശേഷം ഒരിക്കൽ ഈ ഹിമവാന്റെ കൊട്ടാരത്തിൽ ശ്രീനാരദ മഹർഷി വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചു, ഉപചാരങ്ങളൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഹിമവാൻ മേനാദേവിയോടുകൂടി ഈ തൻ്റെ പുത്രിയായിട്ടുള്ള പാർവതിയെ അല്ലെങ്കിൽ കാളിയെ നാരദ മഹർഷിയുടെ മുൻപിൽ കൊണ്ടു ചെന്ന് നിർത്തി. അപ്പോൾ നാരദ മഹർഷി ഈ കുട്ടിയുടെ മുഖലക്ഷണം, അതുപോലെ തന്നെ കയ്യിലെ രേഖകളുടെ ലക്ഷണങ്ങളെ വെച്ചുകൊണ്ട്, ഇതൊക്കെ എത്രയോ കാലങ്ങളായി നമുക്കിടയിൽ പ്രചാരത്തിലുള്ള ഈ ഉപയോഗിച്ചു വരുന്ന ചില സമ്പ്രദായങ്ങളാണ്. മുഖലക്ഷണം വെച്ചുകൊണ്ട്, ഹസ്തരേഖ വെച്ചുകൊണ്ടൊക്കെ ഭാവി പ്രവചിക്കുക. ഇതൊക്കെ ചില വിശ്വസിക്കുന്നവരുണ്ടാവാം, വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവാം. എന്തായാലും അങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിനെയൊക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനോ നിശ്ചിതമായി വിമർശിക്കാനോ ഒന്നും നമ്മൾ പോവേണ്ടതില്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. എന്തായാലും ഇവിടെ
ഈ കരരേഖ, ഹസ്തരേഖ നോക്കിയിട്ടാണ് നാരദ മഹർഷി പറയണത് ഹിമവാനോട്. അങ്ങയുടെ ഈ പുത്രിയുടെ കയ്യിലെ രേഖകൾ ഏതാണ്ട് എല്ലാം തന്നെ സുലക്ഷണങ്ങളാണെന്ന്, നല്ല രേഖകളാണ്, നല്ല ലക്ഷണത്തെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ അതിൽ ഒരു രേഖ മാത്രം വിലക്ഷണമാണ്. അത് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ ഈ മകൾക്ക് വിവാഹമൊക്കെ ആവുമ്പോൾ എങ്ങനെയുള്ള ഒരാളായിരിക്കും ഭർത്താവായിട്ട് വരിക, അതിനെയാണ് വിവാഹത്തെക്കുറിച്ച്, ദാമ്പത്യത്തെക്കുറിച്ചിട്ടുള്ള ചില സൂചനകളാണ് ഈ ഒരു വിലക്ഷണമായ രേഖ കാണിച്ചു തരുന്നത്. അതിൻ്റെ താല്പര്യം ഇതാണ്: അങ്ങയുടെ പുത്രിക്ക് ഭർത്താവായി വരാൻ പോകുന്ന ആൾ അധികം ബന്ധുക്കളൊന്നുമില്ലാത്ത, ചില സമയത്ത് ഉന്മാദം ബാധിച്ചവനെ പോലെയോ ചിത്തഭ്രമം ബാധിച്ചവനെ പോലെയോ ഒക്കെയോ പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് കഴിയുന്ന, ചില സമയത്ത് നഗ്നനായിട്ടോ ഭ്രാന്തനെ പോലെയൊക്കെ ഇരിക്കുന്ന, ഇങ്ങനെ ചില സൂചനകളിൽ കൂടിയിട്ട്, എന്നാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെയാണ് എന്ന് പറയുന്നില്ല, പറയാതെ പറയുകയാണ്. ചില സൂചനകളിൽ കൂടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ഹിമവാനും മേനാദേവിക്കും അത് കേൾക്കുമ്പോൾ സങ്കടമാണ് വരുന്നത്. ഒരേ ഒരു പുത്രി ഉള്ള ആ പുത്രിക്ക് വരാൻ പോകുന്ന വിവാഹത്തിന്, ഒന്നുചേരാൻ പോകുന്ന ഭർത്താവ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരിക്കും എന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്. എന്താണ് അതിന് ഒരു പോംവഴി? ആ ഒരു അശുഭമായിട്ടുള്ള ലക്ഷണത്തിനെ മറികടക്കാൻ. അതിനാണല്ലോ നമ്മൾ അധികവും ഈ ജ്യോതിഷികളെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിനെ നമ്മൾ സമീപിക്കുന്നത്. കൂടുതൽ പേരും എന്തെങ്കിലും വരാൻ പോകുന്ന വിപത്തുകളെ മുൻകൂട്ടി അറിയാനും അതിനെ മറികടക്കാനും എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചത് അത് തന്നെയാണ് നാരദ മഹർഷിയോട്. അപ്പോൾ അദ്ദേഹം അതിനുള്ള ഉപായം പറയണു: ശിവഭജനം ചെയ്യുക, ആ ശ്രീപരമേശ്വരനെ ഭജിക്കുക. അത് തന്നെയാണ് നല്ലൊരു ഉപായം. ഇതൊക്കെ കേട്ടുകൊണ്ട് ചെറിയ പെൺകുട്ടിയാണ് പാർവതി, മുൻപിൽ നിൽപ്പുണ്ട്. ഇദ്ദേഹം പറയണത് ആരെക്കുറിച്ചിട്ടൊക്കെയാണ് എന്നുള്ളത് പാർവതിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉള്ളിൽ സന്തോഷം വരുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഏറെക്കുറെ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നാരദ മഹർഷി അതൊക്കെ വ്യക്തമാക്കുന്നത്. നാരദ മഹർഷി ഉപദേശങ്ങളെല്ലാം ചെയ്തു. അവിടുന്ന് അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു. ഇപ്പോൾ ഏതൊരു പുത്രനെ കുറിച്ചിട്ടാണെങ്കിലും പുത്രിയെക്കുറിച്ചിട്ടാണെങ്കിലും അച്ഛനമ്മമാർക്ക്, അധികവും അമ്മയ്ക്കാണ് വിചാരങ്ങൾ കൂടുക. നാരദൻ പോയതിനു ശേഷവും മേനാദേവിക്ക് വലിയ സങ്കടം. എപ്പോഴും തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയൊരു യോഗമാണല്ലോ നമ്മളുടെ മകൾക്ക് വന്നു ചേർന്നത്. എന്തായാലും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ഹിമവാൻ മേനയുടെ സമീപത്ത് തലേ ദിവസം രാത്രിയുടെ അന്ത്യയാമത്തിൽ താൻ കണ്ട ഒരു സ്വപ്നം, നമ്മളൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കിടയിൽ പലപ്പോഴും പലരും വിശ്വസിക്കുന്ന ഒരു രീതിയാണ് ഈ രാത്രിയുടെ അന്ത്യയാമം. അതായത് വെളുപ്പാൻകാലം എന്ന് പറയും. വെളുപ്പാൻകാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അതെന്തോ ആവട്ടെ,
ഇവിടെ അദ്ദേഹം അങ്ങനെ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം തൻ്റെ പത്നിയോട് പറയുകയാണ്. പിറ്റേന്ന് മേനയോട് പറയുകയാണ്, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ഇവിടെ ഹിമവാൻ അല്ലെങ്കിൽ ഹിമാലയം, ആ ഹിമാലയത്തിൻ്റെ തന്നെ സമീപത്ത് വേറെയും പർവ്വതങ്ങളുണ്ട്. അപ്പം നമ്മളുടെ കൊട്ടാരത്തിന് സമീപത്തായിട്ട് ഒരു വിജനമായ ഭാഗത്ത് ഒരു യോഗി തുല്യനായ ഒരാൾ, യുവാവാണ്, യോഗിയാണ്. അദ്ദേഹം തൻ്റെ പരിചാരകളോടുകൂടി വന്ന് ചേർന്നുവെന്നും അദ്ദേഹം നമ്മളുടെ അടുത്ത്, നമ്മളുടെ കൊട്ടാരത്തിൽ വന്നിട്ട് പാർവതിയെ കന്യാദാനം ചെയ്യൂ, അദ്ദേഹത്തിന് കൊടുക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടും ഈ ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി കടന്നു വരുന്നത്. പാർവതി ദേവിയും ഈ അച്ഛനമ്മമാർ അച്ഛൻ കണ്ട സ്വപ്നത്തിനെക്കുറിച്ച് അമ്മയോട് പറയുന്നു. ഇത് കേട്ടിട്ടാണ് പാർവതിയും പറയുകയാണ്, ഞാനും ഇതേപോലൊരു സ്വപ്നം കണ്ടു. അച്ഛൻ കണ്ട സ്വപ്നത്തിന് സമാനമായ ഒരു സ്വപ്നം ഞാനും കണ്ടു എന്ന് പറയുകയാണ്. ഇത് സത്യമാവും, നടന്ന സംഭവം അല്ലെങ്കിൽ നടക്കാൻ പോകുന്നൊരു സംഭവമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചില പരിചാരകർ വന്നിട്ട് ഹിമവാനോട് പറഞ്ഞു, ഇനി നമ്മളുടെ കൊട്ടാരത്തിന് സമീപത്തായിട്ടൊരു വിജനമായ ഭാഗത്ത് ഒരു യോഗി തുല്യനായ ഒരാൾ അദ്ദേഹത്തിൻ്റെ പരിചാരകരോട് കൂടിയിട്ട്, സേവകരോടുകൂടി എത്തിച്ചേർന്നിട്ടുണ്ട്. അത് സാക്ഷാൽ ശ്രീപരമേശ്വരൻ തന്നെയാണ്. അത് ബോധ്യമായി ഹിമവാന്. അദ്ദേഹം ശിവദർശനത്തിനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ധ്യാനത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നതായ ഭഗവാനെ കണ്ടു. സമീപത്ത് പാർഷദന്മാരുണ്ട്, നന്ദികേശ്വരൻ തുടങ്ങിയിട്ടവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ അനുമതിയോടുകൂടി കുറച്ച് സമയം കാത്തു നിന്നു. ഒപ്പം തന്നെ ഈ പാർവതിയുമുണ്ട്. ഭഗവാനെ നമസ്കരിച്ചു. അവിടെ വെച്ച് ഹിമവാനും ശ്രീപരമേശ്വരനും തമ്മിലുള്ള സംവാദം ഉണ്ടാവുകയാണ്. അതൊക്കെ പാർവതി ദേവി കേട്ടുകൊണ്ട് സമീപത്ത് നിൽക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ രാജ്യമാണ് ഈ ഹിമാലയം. ഇവിടേക്ക് ഞാൻ വന്നത് എനിക്ക് ഏകാന്തത്തിലിരുന്നു കൊണ്ട് ധ്യാനിക്കുവാനും ഒക്കെയാണ്. അപ്പം അതിനെ പറ്റിയൊരു പ്രദേശം ഞാൻ ഇവിടെ കണ്ടെത്തി. അതിനനുകൂലമായൊരു സ്ഥലമാണ്. അപ്പം അങ്ങ് എനിക്കൊരു ഉപകാരം ചെയ്യണം. അങ്ങയുടെ രാജ്യമാണ്, അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ എനിക്കിവിടെ തപസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ മറ്റാരിൽ നിന്നും എനിക്കൊരു ഉപദ്രവം ഉണ്ടാവാതെ ഇവിടെ സ്വസ്ഥമായിരിക്കാൻ ഉള്ള ഒരു സൗകര്യം ചെയ്തു തരണം എന്നൊക്കെ ആ ഭഗവാന്റെ ഒരു ആവശ്യം. അത് കേട്ടു ഹിമവാൻ ഉടനെ തന്നെ തൻ്റെ ഒപ്പമുള്ള സേവകരോട് കൽപ്പിച്ചു, ഈ പ്രദേശത്ത് ഇന്നു മുതൽ കൽപ്പന കൊടുക്കണം, നമ്മളുടെ പ്രജകൾ ആരും തന്നെ ഇവിടെ വന്ന് ഈ ഭഗവാന്റെ ധ്യാനത്തിന്, അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ ആ തപസ്സിന് ഭംഗമുണ്ടാക്കരുത്. അങ്ങനെ ആരെങ്കിലും എൻ്റെ ആജ്ഞയെ മാനിച്ചില്ല എങ്കിൽ കഠിനമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. മറുപടി പറഞ്ഞുകൊണ്ട്, എനിക്ക് അങ്ങയെ ദർശിക്കുവാൻ, ഇവിടെ വന്ന് ഇടയ്ക്കെങ്കിലും ദർശിക്കുവാനുള്ള ഒരു അനുമതി തരണം എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹിമവാൻ മടങ്ങാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞു, അങ്ങ് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനൊരു യോഗിയാണ്. തപസ് ചെയ്യുന്ന ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സാമീപ്യം അത് നിഷിദ്ധമാണ്. അതുകൊണ്ട്
അങ്ങയുടെ പുത്രിയെ ഇനി മുതൽ വരുമ്പോൾ അങ്ങയുടെ പുത്രിയെ കൊണ്ടുവരാൻ പാടില്ല. അതെൻ്റെ ഒരു ആവശ്യമാണ്, അത് അങ്ങ് അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഹിമവാൻ അതിന് മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി പാർവതീദേവി തന്നെയാണ്. പിന്നെ വളരെയധികം വലിയ ഒരു സംവാദം, ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമാണ്. ശക്തിയെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ്? ഈ പ്രപഞ്ചത്തിൻ്റെ രചനയ്ക്ക് തന്നെ നമുക്കറിയാം, സൃഷ്ടിയെ വർണ്ണിക്കുന്നതിൻ്റെ ആദ്യഘട്ടം ആ യോഗമായയെ ഉണർത്തിയിട്ട് സൃഷ്ടി ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോൾ ഈ യോഗമായയെ ഉണർത്തുന്നു. യോഗമായ തന്നെയാണ് പിന്നീട് ആ യോഗമായയുടെ സഹായത്തോടു കൂടി തന്നെയാണ് സൃഷ്ടി ചെയ്യുന്നത്. ശക്തിയെ നിരാകരിക്കാൻ സാധ്യമല്ല. ഈ ലോകം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ ഒക്കെ ഈ മായയുടെ സ്വാധീനം കൂടിയേ തീരും. അപ്പോൾ ഈശ്വരനോട് കൂടി തന്നെ ചേർന്നിരിക്കുന്ന മായ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനൊരു അവസ്ഥയില്ല വാസ്തവത്തിൽ. പിന്നെ നമ്മൾ കഥകളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ സതിയായിട്ട് ദേവി ശരീരം സ്വീകരിച്ചു, പിന്നീട് ഉപേക്ഷിച്ചു, പിന്നീട് ഇപ്പോൾ പാർവതിയായിട്ട് വന്നിരിക്കുന്നു. എന്നാലും അവിടെ നമുക്ക് കാണാം ആ പാർവതീദേവിയും വീണ്ടും ശിവപത്നിയായിട്ട് മാറുന്നൊരു സന്ദർഭം. അപ്പോഴേ പൂർണ്ണത ഉണ്ടാവുന്നുള്ളൂ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ശിവനും ശക്തിയോടുകൂടി ചേർന്നിരിക്കുമ്പോൾ അപ്പോൾ മാത്രമേ ചലനമുണ്ടാവൂ, പ്രവൃത്തി സാധ്യമാവൂ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് നിരാകരിക്കുന്നത് എന്നൊക്കെയുള്ള വലിയൊരു സംവാദം നമുക്ക് കാണാൻ കഴിയും ഈ ശിവപുരാണത്തിൽ. ഒടുവിൽ പാർവതി ദേവിയുടെ ആ വാക്കുകളെയൊക്കെ അംഗീകരിച്ചുകൊണ്ട് വരാനും അല്പസമയം അവിടെ ഇരിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെയുള്ള അനുമതി കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവിടുന്ന് ഹിമവാനും പാർവതി ദേവിയും കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ ഒരു പാർവതീ ഖണ്ഡത്തിൻ്റെ ഒരു ആദ്യ ഘട്ടം ഇവിടെ പൂർത്തിയാക്കുകയാണ്. അടുത്ത ദിവസം ഇതിനെ തുടർന്ന് ഉണ്ടാവുന്ന സംഭവ വികാസങ്ങൾ, കാമദേവൻ്റെ രംഗപ്രവേശം, കാമദേവനെ ഭസ്മമാക്കുന്നു, അതിനെ തുടർന്ന് ദേവന്മാരുടെ പ്രാർത്ഥന, പാർവതീദേവിയുടെ തപസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. അത് അടുത്ത ദിവസമാകാം. ഇപ്പോൾ സമർപ്പിക്കുന്നു. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.